हमने पहले इलेक्शन कमीशन से इलेक्ट्रॉनिक वोटर लिस्ट मांगी थी, सीसीटीवी फुटेज मांगी थी। उन्होंने अपना काम नहीं किया, हमें नहीं दिया। फिर हमने अपना इन्वेस्टिगेशन कराया, आरटीआई भरे और हमारे पास डेटा आया। मैं इलेक्शन कमीशन और इलेक्शन के ऑफिसर्स को साफ कह रहा हूं, आप जो कर रहे हो गलत कर रहे हो, ये ट्रीजन है। अरे मुझे बताए लालू प्रसाद जी, किसको बचाना चाहते हो? आज तक चुनाव आयोग ने जो पहली सूची बाहर करी, आपकी पार्टी ने एक भी ऑब्जेक्शन नहीं लिया, कांग्रेस पार्टी ने एक भी ऑब्जेक्शन नहीं लिया। और आप बचाना किसको चाहते हो? जो बांग्लादेश से आकर मेरे बिहार के युवाओं की नौकरी खा जाते हैं, उनको बचाना चाहते हो? നമസ്കാരം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടതിന്റെ തെളിവ് സഹിതമുള്ള ആരോപണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ട് 24 മണിക്കൂർ കഴിയുമ്പോഴും വ്യക്തമായ മറുപടിയോ നടപടിയോ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രേഖാമൂലം പരാതി നൽകിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാണ് കമ്മീഷന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ച രാഹുൽ ഗാന്ധി കമ്മീഷൻ രാജ്യദ്രോഹം ചെയ്യുന്നുവെന്ന് കുറ്റപ്പെടുത്തി. കർണാടകയിലെ കൂറ്റൻ റാലിയിലൂടെ തെരുവിൽ പ്രതിഷേധം ആളിക്കത്തിക്കുകയാണ് കോൺഗ്രസ്. കർണാടകയിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസ് തോറ്റതോ തോൽപ്പിക്കപ്പെട്ടതോ? തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു. രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടേ? ഈ വിഷയമാണ് സ്പെഷ്യൽ ഡിബേറ്റ് ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ചയിലേക്ക് സ്വാഗതം. എനിക്കൊപ്പം ഡോക്ടർ ജി ഗോപകുമാർ, രാഷ്ട്രതന്ത്ര വിദഗ്ധൻ, ശ്രീ കെ പി നൌഷാദ് അലി, കോൺഗ്രസ് പ്രതിനിധി, ശ്രീ നിതിൻ കണിശ്ശേരി, CPM പ്രതിനിധി, ശ്രീ ശ്യാം രാജ്, BJP പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ ജി ഗോപകുമാർ, വളരെ ഗൗരവതരമായ ഒരു ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിക്കൂട്ടിലായിരുന്നു. 24 മണിക്കൂറിന് ശേഷവും ആ ഗുരുതരമായ ആരോപണങ്ങൾക്ക് മറുപടിയില്ലാത്തത് ഭൂഷണമാണ്. ഞാൻ ഒരു അക്കാഡമിഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് പഠനങ്ങൾ നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ വിഷയത്തിനെ തുടരുന്നതിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലും ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അത് ഏതെങ്കിലും കക്ഷിക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ അല്ല. ജനാധിപത്യത്തിൽ പ്രത്യേകിച്ച് നീതിപൂർവമായൊരു തിരഞ്ഞെടുപ്പ് വേണമെന്നുള്ളത് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് സുപ്രീം കോടതിയും എല്ലാം സമ്മതിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തെ 100 കോടി വോട്ടേഴ്സ്, ഇനിയും അത് കൂടി വരത്തേ ഉള്ളൂ. ഇതിൻ്റെ അകത്തുള്ള സാങ്കത്യങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, സങ്കീർണതകൾ, ഇത് നമുക്ക് പഠിച്ചാൽ നമുക്ക് ഈ പെട്ടെന്ന് ചാനലിരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെയോ ഇല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് പോലെയോ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ കേരളത്തിലെ പല തിരഞ്ഞെടുപ്പ് പഠനങ്ങളും നടത്തിയ സമയത്ത് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള അപാകതകളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അക്കാലത്തും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പഠനങ്ങളൊന്നും നടത്തുന്നില്ല. പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 100% ഫുൾ പ്രൂഫായ ഒരു ഇലക്ടറൽ റോള് നമുക്ക് കാണാൻ കഴിയില്ല. അത് ഓരോ സ്ഥലത്തും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ആൾക്കാരെന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുന്ന ആൾക്കാരല്ല. നമ്മൾ മലയാളികൾ പോലും സ്ഥിരമായി നിൽക്കുന്നവർ പോലും താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ മറ്റു സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ തിരഞ്ഞെടുപ്പിനകത്ത് ചെയ്യേണ്ടത് ഇലക്ടറൽ റോള് സംശുദ്ധമാക്കിയാലേ ഈ പ്രശ്നം തീരത്തുള്ളൂ. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇതിന് നിയമപരമായ സാങ്കത്യമുണ്ട്. ആ നിലയ്ക്ക് ആ വഴിക്ക് പോകാം. പൊതുസമൂഹത്തിൻ്റെ ചർച്ചയ്ക്കകത്ത് ആ വഴിക്ക് പോകാം. നമുക്കെന്തായാലും തിരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടക്കണമെന്നും കഴിയുന്നത്ര രീതിയിൽ തിരഞ്ഞെടുപ്പ് ഇലക്ടറൽ റോൾ പെർഫെക്റ്റ് ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു സർവേ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എത്ര മരണം സംഭവിക്കും? ഒരു ഉദാഹരണം, മരണം സംഭവിക്കുന്നു, ആൾക്കാർ താൽക്കാലികമായി പോകുന്നു, അല്ലാതെ പോകുന്നു. ഇതല്ലാതെ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. കാരണം ഒരേ അഡ്രസ്സിൽ തന്നെ 100 കണക്കിന് ആൾക്കാരുണ്ടെന്ന് പറയുന്നു. അപ്പോൾ വലിയ വലിയ നഗരങ്ങളിൽ ഇത്തരം പ്രോബ്ലംസ് എങ്ങനെ കടന്നുകൂടുന്നു? അപ്പോൾ ഇതിന് ഇലക്ഷൻ കമ്മീഷൻ്റെ മറുപടി കൊടുക്കുന്നതിന് അവർക്ക് നിയമപരമായ ചില പരിമിതികളുണ്ട്. ആ രീതിയിൽ അപ്ലൈ ചെയ്ത് വേണം അതിനെ നേരിടാൻ. അത് രാഷ്ട്രീയമായിട്ട് നേരിടാൻ ഇലക്ഷൻ കമ്മീഷന് ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ ഇലക്ഷൻ കമ്മീഷനെ ഡിഫെൻഡ് ചെയ്ത് പറയുകയില്ല, പക്ഷേ അവരുടെ ബുദ്ധിമുട്ടുകളും പറയുകയാണ്. തീർച്ചയായും ഇതിൽ നമുക്ക് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തി പോകണമല്ലോ. ശ്രീ ഗോപകുമാർ, ഇവിടെ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ, താങ്കൾ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകളൊക്കെ വരുമ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ എന്നത് ഒരു പക്ഷേ സംഭവിച്ചു പോകാമായിരിക്കാം.
വ്യാജവിലാസം, ഒരേ വിലാസത്തിൽ പല പേര്, വ്യക്തമായ ഫോട്ടോ ഇല്ലാത്ത കാർഡ്, വ്യാജ കന്നി വോട്ടർമാർ. 70 വയസ്സുള്ള ഒരാൾ എങ്ങനെയാണ് കന്നി വോട്ടർ ആവുക? അപ്പോൾ അങ്ങനെയുള്ള ക്രമക്കേടുകൾ എന്നത് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പറ്റിപ്പോയ അബദ്ധമാണ്, അതും ഒരു മണ്ഡലത്തിലെ കാര്യം മാത്രമാണ് എന്നത് ഓർക്കണം. അത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് വന്ന പിഴവോ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനം, നമുക്കറിയാം വലിയ പ്രക്രിയയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ഇത്രയധികം ജനസംഖ്യയുള്ള രാഷ്ട്രമാണ്. അതുകൊണ്ടൊക്കെ വന്നു പോകാവുന്ന കൈപ്പിഴയായി കരുതാൻ പറ്റുന്നതാണ് ഒരു മണ്ഡലത്തിൽ മാത്രം ഇത്രയധികം വോട്ടിൽ വരുന്ന തിരിമറി എന്നത്. തീർച്ചയായിട്ടും ഇത് ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന പിഴയാകാം, അവർക്കുണ്ടാകുന്ന സ്ലിപ്പാകാം, രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കാത്തതിൻ്റെ കുഴപ്പമാകാം, അതല്ലെങ്കിൽ മനഃപൂർവ്വം ആൾക്കാർ പേര് കയറ്റി കൊണ്ടുവരുമ്പോൾ അത് നിയന്ത്രിക്കാത്തതായിരിക്കാം. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഒരു പാർലമെൻ്ററി ജനാധിപത്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനകത്ത് വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് ഇലക്ട്രൽ റോൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനകം പരാതി കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അപ്പോഴൊന്ന് ഉറങ്ങിയിരുന്നിട്ട് പിന്നെ അല്ല പറയേണ്ടത്. ഇല്ലെങ്കിൽ റിസൾട്ട് വന്ന് 45 ദിവസം കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒഴിവാക്കി കിട്ടും, സുപ്രീം കോടതി അവരെ ശിക്ഷിക്കില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചർച്ച ചെയ്യേണ്ട പാകപ്പിഴ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നായിരിക്കാം. അതല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ BJP തൂത്തുവാരിയില്ലല്ലോ, അവർക്ക് BJPക്ക് നേരിയ ഭൂരിപക്ഷം പോലും കിട്ടിയില്ലല്ലോ, മറ്റ് പാർട്ടികളുടെ സഹായത്തോടെയല്ലേ ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ രാഷ്ട്രീയമായിട്ട് അതിനെ കാണാതെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള പിഴ, ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ അധ്യാപകരെയല്ലേ നിയമിക്കുന്നത്, അവർക്ക് എത്ര ഉത്തരവാദിത്വമുണ്ട് ഈ സമയത്ത്? ഓടി പടച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടങ്ങ് പോകും. അതിനപ്പുറം ഞാനിത് നേരിട്ട് ഇലക്ട്രൽ റോളിൻ്റെ കാര്യങ്ങളിൽ നേരിട്ട് ഞാൻ ചില സമയത്ത് ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയുന്നത് വിശ്വസിക്കാതെ ഞാൻ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ഒരു വീട് പോലും ഇല്ല. തിരുവനന്തപുരത്ത് ശാസ്താംകുളത്തെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രായോഗികമായിട്ട് ഫീൽഡ് എക്സ്പീരിയൻസ് കുറച്ച് എനിക്ക് ഉള്ളത് കൊണ്ട് പറയാം, ഇത് പൊതുസമൂഹത്തിന് ഇതിനകത്ത് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഇലക്ട്രൽ റോള് സംശുദ്ധമാകണം. അത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൽ എത്ര പേര് മരിച്ചു എന്നോ ഇല്ലെങ്കിൽ പെർമനൻ്റ്ലി പോയി എന്നോ ഡ്യൂപ്ലിക്കേറ്റ് ലിസ്റ്റ് ഉണ്ടോ അറിയാവുന്നിടത്തോളം അവർക്ക് ചലഞ്ച് ചെയ്യണം. തീർച്ചയായിട്ടും ഒരൊറ്റ കാര്യം കൂടി ശ്രീ ഗോപകുമാർ, എന്തായാലും 6 മാസത്തെ തയ്യാറെടുപ്പ്, പഠനം, പല തെളിവുകളും ആവശ്യപ്പെട്ടിട്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ട വിധം നൽകിയിട്ടില്ല എന്ന ആരോപണമുണ്ട്. അതിനുശേഷം സ്വയം ആർജിച്ച തെളിവുകൾ, അത് വിശകലനം ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത്ര വലിയ ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ കമ്മീഷന്റെ അസ്തിത്വം തന്നെ, അല്ലെങ്കിൽ അവർക്ക് നേരെ ഉയരുന്ന ചോദ്യമാണ്, അവർ രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുന്നു, അവർ ഒരാളുടെ ഏജന്റായി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന ആരോപണമാണ് കമ്മീഷനെതിരെ ഉയരുന്നത്. അതിൽ വ്യക്തത വരുത്താനുള്ളൊരു ഉത്തരവാദിത്തം കമ്മീഷനില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അവരുടെ വെബ്സൈറ്റ് നോക്കി അവരെ കുറേ ഡീറ്റെയിൽസ് നോക്കിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അവരതിനകത്ത് പറയുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒപ്പിട്ട് പരാതി തരണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒപ്പിട്ട പരാതി തന്നാൽ അവർക്ക് അന്വേഷിക്കാനുള്ള സാങ്കത്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഇതിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനോ പ്രതിപക്ഷ പാർട്ടിയോ കോടതിയിൽ ചെന്ന് ഇത് കണ്ടസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ റൂൾസ് അനുസരിച്ച് ഒരു കൃത്യ ദിവസങ്ങളുണ്ട്. അത്രയും ദിവസങ്ങൾക്കകം ഇതിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളും എത്തേണ്ടതാണ്. ഇത് രാഷ്ട്രീയമായിട്ട് ഒരു കൊടുങ്കാറ്റുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റൊരു മുറിവ് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിന്ന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇലക്ഷൻ കമ്മീഷൻ. ബ്യൂറോക്രസി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, കോടതികൾ ഇമ്പോർട്ടൻ്റ് ആണ്, പാർലമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടാതിരിക്കാൻ പൊതുസമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട്, ഇലക്ഷൻ കമ്മീഷന് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അവർക്കൊരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല, അവർക്കതിൻ്റെ ആവശ്യവുമില്ലായിരിക്കാം. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ഇത് ചർച്ച വരുന്നത് ഒരർത്ഥത്തിൽ നല്ലതാണ്. കാരണം എല്ലാ പാർട്ടികളും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കും എന്നുള്ളത് കൊണ്ടാണ്. ശരി, ശ്രീ KP നൌഷാദ് അലി, അതിഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചില കാര്യങ്ങൾ, സൂചനകൾ നൽകിയിരുന്നു. നമുക്കറിയാം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം, അതിനുശേഷം നടന്ന ഓരോ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും ഈ രീതിയിൽ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടോ എന്ന സംശയങ്ങൾ ഇതിനു മുൻപും ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇതാ ഇപ്പോൾ തെളിവുകൾ സഹിതം ആ ആരോപണം ഉന്നയിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ ചെയ്തത്. ഈ തെളിവുകൾ 6 മാസം ബുദ്ധിമുട്ടി കണ്ടെത്തിയ തെളിവുകളാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ആ തെളിവുകളിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് രേഖാമൂലം പരാതി കൊടുത്തുകൊണ്ട് ഒരു അന്വേഷണത്തിന് മുന്നോട്ട് പോകാത്തത്? അതിൽ മടിയുണ്ടോ രാഹുൽ ഗാന്ധിക്ക്?
ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാനൊരു 1/2 മിനിറ്റ് ഇതിൻ്റെ ഒരു ചരിത്രം ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രത്തോളം പവിത്രമാണ്, പരിശുദ്ധമാണ്, മൂല്യവത്തായതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ആർട്ടിക്കിൾ 324 പ്രകാരം 950 ജനുവരി മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായത്. സുകുമാർ സെൻ ആയിരുന്നു ആദ്യത്തെ കമ്മീഷണർ. അദ്ദേഹം 952 തെരഞ്ഞെടുപ്പൊക്കെ നടത്തുമ്പോൾ 17 കോടി വോട്ടർമാരും അതിൽ 85% നിരക്ഷരരൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തൊക്കെ മറികടന്ന് നിഷ്പക്ഷവും സുതാര്യവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പിന് ഈ രാജ്യത്ത് തുടക്കം കുറിച്ചപ്പോൾ സെല്യൂട്ട് അടിച്ചത് UN ആയിരുന്നു. UN, ഓസ്ട്രേലിയ, UK ഒക്കെ ചേർന്ന് ഈ സുകുമാർ സെന്നിനെ കൊണ്ടുപോയിട്ടാണ് സുഡാനിൽ 953 തെരഞ്ഞെടുപ്പ് നടത്തിച്ചത്. അപ്പോൾ അത്തരത്തിലൊരു ലോക ജനാധിപത്യത്തിൻ്റെ മാതൃകയായിരുന്നു ഇന്ത്യൻ ജനാധിപത്യം, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ കമ്മീഷനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന പണിയാണ് ഇവിടുത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് വെറുതെ പറയുന്നതല്ല. കാരണം ഈ 2023 ഇലക്ഷൻ കമ്മീഷൻ ആക്ട് പാസ്സാവുന്നത്. ആ ഇലക്ഷൻ കമ്മീഷൻ ആക്ട് പാസ്സായതിനു ശേഷം 2024 ഡിസംബറിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ 93(2)A എന്ന് പറഞ്ഞൊരു ഭേദഗതി വന്നത്. ആ ഭേദഗതി പ്രകാരം ഈ ഡോക്യുമെൻറ്റുകളൊന്നും പിന്നെ ഒരു പൊതു സ്വത്തോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ പിന്നെ പൊതുവായിട്ട് RTA പ്രകാരം സമീപിച്ചാൽ കൊടുക്കേണ്ടതില്ല, അത് സീക്രട്ടാണ് എന്ന ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 2024 മെയ് വന്നപ്പോൾ അവർ കൊണ്ടുവന്നൊരു അമെൻമെൻറ്റാണ് എല്ലാ CCTV ഫുട്ടേജുകൾ, വീഡിയോഗ്രാഫികൾ, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫികൾ, വെബ്കാസ്റ്റിങ്, ഇതൊക്കെ 40 ദിവസത്തിനകം അത് നശിപ്പിച്ച് കളയണമെന്ന്. മുൻകാലങ്ങളിൽ നമുക്ക് നോമിനേഷനും പ്രചരണവും ക്യാമ്പയിനിങ്ങും വോട്ടെണ്ണലും വോട്ട് ചെയ്യലും ആഹ്ലാദ പ്രകടനവും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലുണ്ടാകുമായിരുന്നു. ഒരു വർഷം വരെ നീണ്ടുനിന്ന ആവശ്യപ്പെടലിനൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു പോന്നിരുന്നു. കോടതി ആവശ്യപ്പെട്ടാൽ അത് കഴിഞ്ഞിട്ടുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുമായിരുന്നു. അതൊക്കെ അവസാനിപ്പിച്ച് ഇത്തരത്തിൽ ഇതിനൊരു ഇരുട്ടുമുറിയിലാക്കി ഈ പറഞ്ഞ നരേന്ദ്രമോദി സർക്കാർ. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കാനുള്ള നോംസും ഇവർ അട്ടിമറിച്ചു. അതുവരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു. ചീഫ് ജസ്റ്റിസിനെ മാറ്റി നിയമമന്ത്രിയാക്കി. അപ്പോൾ പ്രധാനമന്ത്രി, നിയമമന്ത്രി, പ്രതിപക്ഷ നേതാവും അവിടെ ഭൂരിപക്ഷവുമായി അശോക് ലാവസമാരും അരുൺ ഗോയൽമാരും ഒക്കെ ഇന്ന് രാജിവെച്ച് പോയതിൻ്റെ ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ അട്ടിമറിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് ഒറ്റമുറിയിലെ 80 വോട്ട് അടച്ചിട്ട് കിടക്കുന്ന ഒറ്റമുറി, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരേ വിലാസത്തിലുള്ള ആളുകൾ നിരവധി ബൂത്തുകളിൽ, അതുപോലെ തന്നെ ഫോം 6 വോട്ടറായി ചേരുന്നത് 75-80 വയസ്സുള്ളവർ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരത്തിൽ 10,000-കണക്കിന് കോടിക്കണക്കിന് വോട്ടർമാരാണ് അനധികൃതമായിട്ട് കയറുന്നത്. ഇത് നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞ പോലെ ഒരു 10, 15, 25, 50 ആണെങ്കിൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു. പക്ഷേ ഇത് 5,000-ഉം 10,000-ഉം ആവുമ്പോൾ അത് ബോധപൂർവമായൊരു മാൽ പ്രാക്ടീസാണ്. ആ മാൽ പ്രാക്ടീസ് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തിട്ട് ഈ പറഞ്ഞ ഒരു ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് ചോദിച്ചപ്പോൾ ഇവർ കൊടുത്തില്ല. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ച് നാടുനീളെ പ്രസംഗിച്ച് നടന്ന് പത്രത്തിൽ ലേഖനം എഴുതിയപ്പോഴാണ് ഇവർ കൊടുക്കാൻ തയ്യാറായത്. ആ കൊടുത്തതോ ഈ പ്രത്യേക പിന്നെ ഒപ്റ്റിക്കലായിട്ടുള്ള ഒരു തരത്തിലുള്ള സ്കാനിങ്ങിനും വകയില്ലാത്ത പേപ്പറിൽ, അതുപോലെ 7 അടി നീളമുള്ള 300 കിലോ കടലാസ് പിണ്ടമാണ് കൊടുത്തത്. അത് വേർതിരിച്ചെടുക്കാൻ 40 പേര് 6 മാസം മെനക്കെട്ടു എന്നുള്ളതാണ് എൻ്റെ വസ്തുത. അപ്പോൾ ഇത്തരത്തിലൊക്കെ ദുരുദ്ദേശപരമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പെരുമാറുമ്പോൾ അവരുടെ മടിയിൽ കനമുണ്ട് എന്ന് ചിന്തിക്കാത്തവരുണ്ടെങ്കിൽ അവരെ നിഷ്പക്ഷരല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഈ മഹത്തായ രാജ്യത്തിൻ്റെ ഒരു ജനാധിപത്യം നിലനിർത്താനുള്ളതാണ്. BJPക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നതെങ്കിൽ അവർ ജയിച്ചു വരട്ടെ, കോൺഗ്രസിനാണെങ്കിൽ അവർ വരട്ടെ, എന്നിട്ട് ഇവിടെ ആരോഗ്യകരമായ ഭരണമൊക്കെ കാഴ്ചവെച്ച് മുന്നോട്ട് പോയി ജനക്ഷേമത്തിനായിട്ട് പരസ്പരം മത്സരിക്കേണ്ട പാർട്ടികൾ. അങ്ങനെയല്ല ജനാധിപത്യം പുഷ്കലമാകേണ്ടത്. ഇവിടെ അതിന് പകരം ഇതിനെ അട്ടിമറിക്കുമ്പോൾ എൻ്റെ അഭിപ്രായം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പഴയകാല BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നിങ്ങൾ ഇതിനെതിരെ രംഗത്തിറങ്ങണം. ഇതിനെ കോടതിയെ സമീപിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ കോടതിയെ നിങ്ങൾ അങ്ങനെ നിഷ്കളങ്കമായിട്ട് കാണാൻ പറ്റും. നമുക്ക് കഴിഞ്ഞ ദിവസമാണ് പിന്നെ പഴയ ബോംബെയിലെ വക്താവായ അഡ്വക്കേറ്റ് ആരതി പിന്നെ ബോംബെ ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജായിട്ട് നിയമിതമായത്. 2015 കൊളീജിയത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്മീഷനെ കൊണ്ടുവന്ന സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ഇവിടെ ഒരു സുപ്രീം കോടതി ഇന്ന് കർണാടകയിൽ മഹാറാലിയെ അഭിസംബോധന ചെയ്യുമ്പോഴും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. ആ ഭരണഘടന തന്നെയാണ് ഇന്ത്യയുടെ ഇന്നത്തെയും അടിസ്ഥാനം. അപ്പോൾ നമ്മളുടെ ജുഡീഷ്യറിയെ ആ രീതിയിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും തരത്തിൽ
ഏതെങ്കിലും പോരാട്ടം നടത്തുക സാധ്യമാണോ? നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ ഉറച്ചു നിന്ന് അതിൽ വിശ്വാസം അർപ്പിച്ചല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ? എല്ലായിടത്തും എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ? ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ്, രേഖാമൂലം പരാതി തന്നാൽ അന്വേഷണം ഉണ്ടാകും, അതിൽ ഒപ്പിട്ട് തരിക, അതിന്റെ പ്രോസസ് എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ മുന്നോട്ട് പോകുക. അപ്പോൾ അതിന് മറുപടി ഉണ്ടാകുമെന്ന് പറയാണ്. അത് ഞങ്ങൾ ചെയ്യില്ല, രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണോ അപ്പോൾ ലക്ഷ്യം എന്നൊരു സംശയം ഉയരും. അല്ല, ഞാൻ അതിന് മറുപടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സുപ്രീം കോടതി കൊളീജിയം അത് പറഞ്ഞ് പൂർത്തിയാക്കണം. മധ്യത്തിൽ കട്ട് ചെയ്ത് പോയാൽ അത് ദുർവ്യാഖ്യാനത്തിനിടയാക്കും. കൊളീജിയം ചീഫ് ജസ്റ്റിസും 4 ജഡ്ജിമാരുമായിരുന്നു. 2015 BJP സർക്കാരിന്റെ അമെൻമെന്റ് അല്ലെങ്കിൽ ചട്ടം എന്തായിരുന്നു എന്ന് വെച്ചാൽ, പിന്നെ പ്രധാനമന്ത്രിയും അദ്ദേഹം നിയമിക്കുന്ന 2 വിദഗ്ധരും, ഒരു ക്യാബിനറ്റ് മന്ത്രിയും, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും, 2 ജഡ്ജിമാരും. ഇത്തരത്തിൽ കൊളീജിയത്തെ മാറ്റി. അപ്പൊ സുപ്രീം കോടതി ഒന്ന് ധീരമായിട്ട് ഇടപെട്ടിട്ട് അത് നിയമവിരുദ്ധമാണ്, ആർട്ടിക്കിൾ 124 127 എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി അതിനെ റദ്ദ് ചെയ്തപ്പോഴാണ് ഈ കൊളീജിയം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ആ കൊളീജിയവുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടാണ് പിന്നീട് സർക്കാർ മുന്നോട്ട് പോയത്. 2018 4 ജസ്റ്റിസുമാരിറങ്ങി പത്രസമ്മേളനം നടത്തിയെന്ന് നിങ്ങൾക്കറിയില്ലേ? അത് കഴിഞ്ഞിട്ട് അവസാനം 2023 30ഓളം കൊളീജിയം ശുപാർശകൾ തള്ളിക്കളഞ്ഞു കേന്ദ്ര സർക്കാർ. 2 തവണ കൊളീജിയം ശുപാർശ ചെയ്താൽ അത് സ്വീകരിക്കണം മാൻഡേറ്ററി ആയിട്ട് എന്ന നിയമം. അതൊക്കെ കാറ്റിൽ പറക്കുന്നു. ഇപ്പൊ കൊളീജിയത്തെ ഭീഷണിപ്പെടുത്തി അവരും വഴങ്ങി തുടങ്ങിയോ എന്ന് സംശയിക്കത്തക്കതല്ലേ BJP നേതാവിന്റെ ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള നിയമനം? ഇതൊക്കെ നമ്മളിത് കോൺഗ്രസ് ചെയ്താലും തെറ്റാണ്, BJP ചെയ്താലും തെറ്റാണ്. അതൊന്നും ജനാധിപത്യ മാതൃകകളല്ല. അതിനെതിരെ ഈ രാജ്യത്തെ ജനാധിപത്യ ബോധമുള്ള മുഴുവൻ മനുഷ്യരും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പഴയകാല അടിയന്തരാവസ്ഥ കാലത്തേക്ക് ജനസംഘം പ്രവർത്തകരായിട്ടുള്ള BJPക്കാർ ഉൾപ്പെടെയുള്ള മനുഷ്യര്, ജനാധിപത്യ ബോധമുള്ളവർ ഇതിനെ രംഗത്ത് വരണം. പിന്നെ നിങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പരാതി കൊടുക്കാത്തതെന്ന്. ഈ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഒരു RTI പ്രകാരം ഒരു അപേക്ഷ കൊടുത്തിട്ട് ഒരു രേഖ ചോദിച്ചിട്ട് ഞങ്ങളെ ഇത്തരത്തിൽ പരിഹസിച്ചിട്ട് 7 അടി നീളവും 300 കിലോ തൂക്കമുള്ള ഒരു കടലാസ് പിണ്ഡം വച്ചു തന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം? എത്ര കത്തിടപാടുകൾ, മെയിൽ അയക്കലുകളൊക്കെ അവരോട് നടന്നിട്ടുണ്ട്. ഏത് കാര്യത്തിൽ അവർ പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുള്ളത്? അവരുടെ അടുത്ത് ഒരു പ്രതികരണവും പ്രതീക്ഷിക്കുന്നില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഞാൻ പരസ്യമായിട്ട് നടത്തിയ ഈ പത്രസമ്മേളനം അത് ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള എൻ്റെ സത്യവാങ്മൂലമാണ്, അത് മുൻനിർത്തി അതൊരു പരാതിയായി കരുതിയിട്ട് നിങ്ങളുടെ നടപടികൾ എന്താണെന്ന് വെച്ചാൽ അടുത്ത ചുവടുകൾ വെച്ചുകൊള്ളൂ എന്ന് രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് വെല്ലുവിളിച്ചു. പറ്റുമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ പരസ്യമായി വെളിപ്പെടുത്തലൊരു പരാതിയാണ് എന്ന ബോധ്യത്തിൽ അവർ മുന്നോട്ട് വന്നിട്ട് അവരൊന്നും വേണ്ട. രാഹുൽ ഗാന്ധി 1 മണിക്കൂർ ഒരു പത്രസമ്മേളനം നടത്തിയല്ലോ, പവർ പോയിന്റ് പ്രസന്റേഷൻ സമഗ്രമായിട്ട്. അത് നിങ്ങളൊരു 10 മിനിറ്റ് അതിന് മറുപടി ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ പരിശുദ്ധയാണെന്ന് തെളിയിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് എന്റെ അഭ്യർത്ഥന. ശരി, അപ്പോൾ രേഖാമൂലം പ്രതിജ്ഞാപത്രത്തിൽ ഒപ്പിട്ട് രേഖാമൂലം പരാതി നൽകാൻ എന്തായാലും തൽക്കാലം കോൺഗ്രസ് ഇല്ല എന്ന് തന്നെയാണ് രാഹുലിന്റെ തുടർന്നുള്ള പ്രതികരണങ്ങളിൽ നിന്നും ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ശ്യാം രാജ്, ഇവിടെ ഇപ്പോൾ ഗുരുതരമായ ആരോപണമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഏജന്റ് ആണോ എന്ന് ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തരത്തിൽ അട്ടിമറി നടന്നില്ലായിരുന്നുവെങ്കിൽ മോദിക്ക് തുടർ ഭരണം ഉണ്ടാകില്ല എന്നുകൂടി പറയുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള തെളിവുകൾ പുറത്തുവിട്ട് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ ജനഹിതമാണ് മോദിയെ അധികാരത്തിലെത്തിച്ചത് എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ കൂടി ബാധ്യതയാണ്. അപ്പോൾ ഇതിലൊരു വ്യക്തമായ അന്വേഷണം നടന്ന് സത്യം എന്ത് എന്നുള്ളത് പുറത്തു വരേണ്ടേ? രേണുക, വ്യക്തമായിട്ടുള്ള അന്വേഷണം വരണം, സത്യം എന്തെന്ന് പുറത്തു വരികയും വേണം. എന്താണ് പരാതി കൊടുക്കാത്തത്? ചോദ്യം സിമ്പിളാണ്. രേഖാമൂലം ഈ രാഹുൽ ഗാന്ധി എത്രയോ കാലമായിട്ട് ഈ രാജ്യത്ത് പല ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ആ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ പലപ്പോഴും അദ്ദേഹത്തിന് പിൻവലിച്ചുകൊണ്ട് തിരിഞ്ഞ് ഓടേണ്ടി വന്നിട്ടില്ല. സുപ്രീം കോടതിയിൽ നിന്ന്, വിവിധ കോടതികളിൽ നിന്ന് എല്ലാം പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നിട്ടില്ലേ? ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അദ്ദേഹം ഇത്ര വലിയ പത്രസമ്മേളനം നടത്തുന്നു, ഇത്ര വലിയ ആരോപണങ്ങൾ നടത്തുന്നു, എന്തുകൊണ്ട് രേഖാമൂലം ഒരു പരാതി കൊടുക്കുന്നില്ല? പരാതി കൊടുത്താൽ തെളിയിക്കാൻ പറ്റൂലെന്ന്. വീണ്ടും ഇനി അടുത്ത പ്രശ്നമായിട്ട് അദ്ദേഹം തിരിഞ്ഞോടേണ്ടി വരും. ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം, കോൺഗ്രസ് പാർട്ടിക്ക് ജനാധിപത്യ രീതിയിൽ BJPയോട് ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതിനവര് പഠിച്ച പണി 18ഉം പയറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. 16ഉം 15ഉം 14ആം പണിയൊക്കെ പൊട്ടി തകർന്നപ്പോ അതിനെ ജനം അവജ്ഞയോടെ തള്ളിയപ്പം ഈ 18ആം പണിയുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കലാണ്. നോക്കൂ, ഇതിന് മുമ്പുണ്ടായ ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തായിരുന്നു? EVM മെഷീൻ മൊത്തം പ്രശ്നമാണ് എന്ന്
EVM മെഷീൻ തന്നെ ഈ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഈ കോൺഗ്രസ് സർക്കാർ ജയിച്ച കാലത്ത് കുഴപ്പമില്ല. ഇനി ഈ ഞങ്ങൾ കേന്ദ്രം ഭരിക്കുമ്പോൾ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ജയിക്കുമ്പോൾ പ്രശ്നമില്ല. BJP ജയിക്കുമ്പോൾ മാത്രം എന്താ EVM മൊത്തം പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ആരോപണം കൊണ്ടിരുന്നു. അത് പൊളിഞ്ഞു. ജനങ്ങൾ അതിനെ തള്ളി. ഇപ്പൊ അടുത്ത ആരോപണമായിട്ട് വന്നിരിക്കുന്നതാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിച്ചോളട്ടെ, ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇത് ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ശരിയാണെന്ന് ആരാണ് തെളിയിക്കേണ്ടത്? സിമ്പിൾ ലോജിക്കാണ്. നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് ഞാൻ നിങ്ങൾക്കെതിരെ, രേണുവിനെതിരെ ഒരു പരാതി ഞാൻ ഉന്നയിച്ചു. ആ പരാതി ശരിയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാ? എനിക്കല്ലേ? അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി തെളിയിക്കണം എന്നാണ് പറയാ നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന്? ഇതിലെന്ത് ബാധ്യതയാണ്? രാഹുൽ ഗാന്ധി ശ്യാംരാജ്, ഇനി എന്ത് തെളിവുകളാണ് നിങ്ങൾക്ക് വേണ്ടത്? കൃത്യം തെളിവുകൾ സഹിതമാണല്ലോ രാഹുൽ ഗാന്ധി ഇന്നലെ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ തരത്തിൽ അട്ടിമറികൾ നടന്നു എന്നതാണല്ലോ സൂചിപ്പിച്ചിരിക്കുന്നത്. രേണുക, രാഹുൽ ഗാന്ധിക്ക് തോന്നുന്ന മണ്ടത്തരം മൊത്തം വിളിച്ചു പറഞ്ഞിട്ട് അതൊക്കെ തെളിവാണ് നിങ്ങൾ ദയവായിട്ട് പറയാതെ. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ഇന്നിപ്പം കർണാടകത്തിലെ മാധ്യമങ്ങളിൽ മുഴുവൻ വന്നിട്ടുള്ള ഒരു വാർത്തയുണ്ട്. 3 പേരുകൾ: ഓം പ്രകാശ് ബാഗ്രി, സരസ്വതി ദേശായി ബാഗ്രി, മാല ബാഗ്രി. അതായത് ഈ ആളുകള് ഇന്നലെ ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയിട്ടുള്ള പേരുകളാണ്. അവരുടെ ചിത്രമടക്കം അവരുടെ വീട്ടിൽ പോയിട്ട് ഈ 3 ഭാര്യയും ഭർത്താവും മകളുമാണ്. ഈ 3 പേരുടെ ചിത്രമടക്കം ഇന്ന് കർണാടകത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള മീഡിയത്തിലും കർണാടകത്തിലെ സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കലാണ്. എന്ത് തെളിവാണ്? ആ തെളിവ് തന്നെ തെറ്റാണെന്ന് തെളിയിച്ചില്ലേ? ഇനി ഇദ്ദേഹം പറയുന്ന ബാംഗ്ലൂർ സെൻട്രലിലെ റിസൾട്ടിനെ കുറിച്ചിട്ടും കൂടി ഞാൻ പറയാം. ദുലെ ലോക്സഭാ മണ്ഡലത്തില് സെയിം ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം എന്താണോ ഇത് തന്നെ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന്. ദുലെ ലോക്സഭാ മണ്ഡലത്തില് അതിൽ 5 അസംബ്ലി മണ്ഡലങ്ങളിൽ വോട്ട് എണ്ണിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങള് 1,89,000 വോട്ടിന് ലീഡിലാണ്. ഈ സെയിം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാലേഗാവ് സെൻട്രലില് വോട്ടെണ്ണുന്ന സമയത്ത് അവർക്ക് ഏകദേശം 1,94,000 വോട്ടിന്റെ ലീഡ് വരുന്നു. അങ്ങനെ വെറും 4,711 വോട്ടിന് കോൺഗ്രസ് ജയിക്കുന്നു. ഇന്നലെ രാഹുൽ ഗാന്ധി ഞങ്ങൾക്കെതിരെ ഉന്നയിച്ച ആരോപണം എന്താണോ ഇതേ രീതിയിൽ തന്നെ ഇവരും ജയിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് എവിടെന്നോ പഠിച്ചു കൊണ്ടുവന്ന് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ തെളിവുകളാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചാൽ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചാൽ അതിന് ഉത്തരം പറയേണ്ട എന്ത് ബാധ്യത? ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നോക്കൂ, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ 11,965 പേർ, വ്യാജവിലാസത്തിലുള്ളവർ 40,009 പേരാണ്. പിന്നീട് ഇത് ഒരേ വിലാസത്തിലുള്ള പല പേരും എന്ന് പറയുന്നത് 10,452 പേരാണ്. പിന്നെ വ്യക്തമായ ഫോട്ടോ ഇല്ലാത്തത് 4,132. വ്യാജ കന്നി വോട്ടർ, അതായത് ഫോം 6 ദുരുപയോഗം ചെയ്തത് 33,692 പേരാണ്. ഇവരുടെ എല്ലാം വ്യക്തമായ വിവരങ്ങൾ സഹിതം പുറത്തുവിട്ടതാണ്. അപ്പോൾ ഏതോ മാധ്യമങ്ങൾ ഒരു വീട്ടിൽ പോയി എടുത്ത 3 പേരുടെ കാര്യം പറഞ്ഞാണ് താങ്കൾ അതിനെ റദ്ദ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് ഇത് പ്രതിപക്ഷ നേതാവ് വളരെ ആധികാരികമായി, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് വളരെ ആധികാരികമായി തെളിവുകൾ സഹിതം പുറത്തുവിട്ട ഒരു ആരോപണമാണ്. ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കർണാടകയിലെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. മാത്രവുമല്ല മോദി അധികാരത്തിലെത്തിയത് ഈ തട്ടിപ്പിലൂടെയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇതിലെ സത്യം എന്ത് എന്നത് ഓരോ വോട്ടർമാർക്കും ബോധ്യമാകേണ്ടതല്ലേ? അതിന് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലേ? നിങ്ങൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നതാണല്ലോ ആരോപണം. അപ്പോൾ അതിൽ വ്യക്തത വരണം എന്നത് നിങ്ങളുടെ ബാധ്യത കൂടിയല്ലേ? അതല്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ എവിടെങ്കിലും പോയി നൽകുന്ന ഒരു റിപ്പോർട്ട് പിടിച്ചിട്ടാണോ നിങ്ങൾ അതിനെ ന്യായീകരിക്കേണ്ടത്? ഇതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണ്ടേ? ചോദ്യം കഴിഞ്ഞോ? ഇനി ഞാൻ ഉത്തരം പറയാം. ഇടപെടരുത്. നോക്കൂ, ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ 11,003 പേർ തന്നെയാണെന്നേ ഇവര്. അതല്ലാതെ വെറുതെ ഞങ്ങൾ എടുത്തുകൊണ്ടെന്നുള്ള പേരല്ല, വെറുതെ കർണാടകത്തിൽ ചർച്ച ചെയ്യുന്ന പേരല്ല. ഇന്നലെ അദ്ദേഹം പറഞ്ഞ 11,003 പേരാണിത്. ഇനിയും ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള പേര് വരും. മനസ്സിലായില്ലേ? ഇത് അവിടെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ മഹാരാഷ്ട്രയിലെ കാര്യം പറഞ്ഞു. മഹാരാഷ്ട്രയിൽ എന്താ സംഭവിച്ചത്? ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ. മഹാരാഷ്ട്രയിൽ ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് അവിടുത്തെ ഏതെങ്കിലും ഒരു MLA, ഏതെങ്കിലും ഒരു MP ആ ഇലക്ഷന് ശേഷം പരാതിപ്പെട്ടിട്ടുണ്ടോ? പരാതിപ്പെട്ടത് ആരാണ്? രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ അവിടെ ഹൈക്കോടതിയിൽ പോയിട്ട് പരാതിപ്പെട്ടു. എന്താ സംഭവിച്ചിട്ടുള്ളത്? വെറുതെ ഞങ്ങളുടെ സമയം മെനക്കെടുത്താൻ വേണ്ടിയിട്ട് പോകാൻ പറഞ്ഞു. മുംബൈ ഹൈക്കോടതി എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതിന് തന്നെ ഇവർ തോറ്റു തുന്നമ്പാടി ഓടിയില്ലേ? രാഹുൽ ഗാന്ധി തോറ്റു തുന്നമ്പാടി ഓടിയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ പറയുന്ന ആരോപണങ്ങളൊന്നും തെളിയിക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല എന്ന്.
അത്തരത്തിൽ അടുത്ത ആരോപണം കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് തെളിവാണെന്നൊന്നും ദയവിത് നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ പറയരുത്. അത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളാണ്. ഞാൻ വീണ്ടും എന്റെ അടിസ്ഥാന പോയിന്റിലേക്ക് വരുന്നു. പോയി പരാതി കൊടുക്കട്ടെ എന്ന്. വളരെ സിമ്പിൾ അല്ലേ കാര്യങ്ങള്. ഇനി എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇത്ര താമസിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്തുകൊണ്ടാണ് ഇത്ര താമസിച്ചിട്ടുള്ളത്? അപ്പോ ഇതിനകത്ത് ഈ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള 30 ദിവസത്തിനകത്ത് പരാതി കൊടുക്കണമെന്നുള്ള ആ നോംസോ ഒന്നും അംഗീകരിക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല. ഈ ഒരു പുകമറ സൃഷ്ടിക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ ഇവർക്ക് പരാതി കൊടുക്കേണ്ടി വരും. ഇനി ഇവർ പറയാൻ വേണ്ടിട്ട് പോകുന്ന വീഡിയോ ഫുട്ടേജ് കിട്ടാനില്ല, അത് കിട്ടാൻ, ഇവർക്ക് അത് പറയണം. അതായത് വീഡിയോ ഫുട്ടേജിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം പരാതി കൊടുത്തിട്ട് അത് ഇല്ല എന്ന് ഇവർക്ക് പറയണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. എന്തുകൊണ്ട് MLA-മാരും MP-മാരും പരാതി കൊടുത്തില്ല? രാഹുൽ ഗാന്ധി ഇതിന്റെ തുടക്കത്തിൽ പരാതി കൊടുത്തില്ല. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിനു മുമ്പ് ഇദ്ദേഹം സൃഷ്ടിച്ചതുപോലെയുള്ള പുകമറകള് ഇപ്പോഴും ഈ രാജ്യത്ത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നോക്കിയിട്ട് അദ്ദേഹം അതിനെ വക്രീകരിച്ച് കാണിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ജയിക്കാൻ വേണ്ടി പറ്റണമെന്നേ. ജനാധിപത്യത്തിന്റെ രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കാതിരിക്കുമ്പോഴത്തേക്ക് വെറുതെ കിടന്നിട്ട് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ജയിച്ച് കാണിക്കും. അതല്ലെങ്കിൽ ഈ രാജ്യം നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള പരാതി കൊടുക്കാനുള്ള മര്യാദയെങ്കിലും ഇനിയും കാണിക്കും. ശരി, പരാതി കൊടുക്കാത്തത് എന്ത്, ഒപ്പം തന്നെ പുകമറ സൃഷ്ടിക്കാനുള്ള നീക്കം മാത്രമോ എന്നതാണ് ചോദിക്കുന്നത്. ഞാൻ നൌഷാദ് അലിയിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ നിതിൻ കണിശ്ശേരി, വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുന്നത്, കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നത്. ഇന്ന് അദ്ദേഹം ആവർത്തിച്ച് അത് രാജ്യദ്രോഹം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന നിലയിൽ കമ്മീഷനെതിരെ രംഗത്ത് വരുന്നു. 5 ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുന്നു രാഹുൽ ഗാന്ധി. കർണാടകയിൽ വലിയ റാലി നടത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു. ഈ രാഹുൽ പുറത്തുവിട്ട വിവരങ്ങൾ, ഈ രാഹുലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രതിഷേധം, അതിനൊപ്പം തന്നെയാണോ ഇടതുമുന്നണിയുടെ ഭാഗമായ CPM? എന്തുകൊണ്ടാണ് നേതാക്കൾ ഉൾപ്പെടെ ആ ഗൗരവ സ്വഭാവത്തിലുള്ള പ്രതികരണങ്ങൾ കേരളത്തിൽ ഇല്ലാതെ പോകുന്നത്? നോക്കുമല്ല, നമ്മുടെ രാജ്യത്തിനകത്ത് കഴിഞ്ഞ കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയുടെ ഒടുവിലത്തെ ഏറ്റവും പ്രധാനമായി പുറത്തു വന്നിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പൊ നടത്തിയിട്ടുള്ളത്. BJP അധികാരത്തിൽ വന്നത് മുതൽ കേന്ദ്രത്തിനകത്ത് BJPക്ക് നരേന്ദ്രമോദിക്ക് അധികാരം കിട്ടി. ഈ കഴിഞ്ഞ 11 വർഷങ്ങളിൽ രാജ്യത്തിലെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും തങ്ങളുടെ പരിധിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം BJP നടക്കുന്നത് രാജ്യത്തിനകത്ത് ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുള്ളതാണ്. അതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. പലതരത്തിലുള്ള ഡിബേറ്റുകൾ അതിനെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് ഏറ്റവും സുതാര്യമായി നടക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ്, സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്താനുള്ള ഏറ്റവും സംശുദ്ധമായ ഉത്തരവാദിത്വമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കഴിഞ്ഞ കുറെ നാളുകളായി നമുക്ക് നോക്കിയാൽ കാണാം, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ, അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു സഖ്യകക്ഷിയെ പോലെയാണ് പെരുമാറുന്നത്. ശ്രീ ശ്യാംരാജ് ഇവിടെ BJPയുടെ വക്താവായി വന്നിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചാൽ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് രാജ്യത്തിനകത്ത് ഭരണം നടത്തുന്നു എന്നതുകൊണ്ട് BJPയുടെ കാൽക്കീഴിൽ നിൽക്കേണ്ടുന്ന ഒന്നല്ല. അധികാരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു സർക്കാർ സംവിധാനമല്ല, സർക്കാർ വകുപ്പല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് ശ്യാമരാജിനെ പോലെയുള്ള BJPയുടെ നേതാക്കൾ മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ ഇപ്പോഴും വിശ്വാസ്യതയോടുകൂടി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമാണ്. പക്ഷെ ആ ഭരണഘടനാ സ്ഥാപനം കഴിഞ്ഞ ഏറെ നാളുകളായി ഇപ്പൊ ഈ വിഷയത്തിൽ ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ ശ്രീ നൌഷാദ് അലി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, ഒരു ആധുനിക ലോകത്താണ് നാം ജീവിക്കുന്നത്. ഒട്ടേറെ സുതാര്യമായി ഏതു കാര്യത്തെയും വളരെ വേഗത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി കാലത്താണല്ലോ. ഇതിനെയെല്ലാം സെഗ്രിഗേറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇതെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന സംവിധാനങ്ങളുള്ള ഒരു ലോകക്രമത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മളാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിലും നമ്മൾ ഡിജിറ്റലായി ലോകത്തിന് മാതൃകയാവുന്ന നിലയിലേക്ക് വളർന്നു എന്ന് പറയുന്ന ഒരു കാലത്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മുട്ടുന്യായങ്ങൾ പറയുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരു പരാതി പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് എങ്ങനെയാണ്? അതിനോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കുന്ന രീതി നിങ്ങൾ നോക്കൂ. രാജ്യത്തിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഇത്തരം ആരോപണം, തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വലിയ ഡ്യൂപ്ലിക്കേഷൻ വോട്ടർമാരുടെ കാര്യത്തിൽ ഉണ്ടാകുന്നു, കൂട്ടിക്കിടക്കുന്ന വീടുകളിൽ ആളുകളുടെ പേര് ചേർക്കുന്നു, മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ആളുകളെ വ്യാജമായി തിരഞ്ഞെടുപ്പ് ഓറിയന്റഡ് ആയി കൊണ്ടു ചേർക്കുന്നു,
തിരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പുറത്തുവിടുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ അതിന്റെ സുതാര്യമായ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന കാര്യത്തിലെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുലർത്തേണ്ടുന്ന ഒരു ഉത്തരവാദിത്വവും മാന്യതയും ജനാധിപത്യ ബോധവും ഇന്ത്യൻ സമൂഹത്തിന്റെ മുമ്പിൽ കാണിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഞാൻ തീർച്ചയായും കരുതുന്നത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ഈ വിഷയങ്ങൾ വെച്ചുകൊണ്ട് തെളിവ് സഹിതം പരാതികൾ നൽകും, അല്ലെങ്കിൽ ഇത് കോടതിയിലും ജനങ്ങളുടെ മുമ്പിലും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ BJP നമ്മുടെ രാജ്യത്തിപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിലെ കോടതികൾ ഉൾപ്പെടെ, നമ്മളിപ്പോ ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി കാണുന്ന നമ്മുടെ നീതിന്യായ പീഠങ്ങളിൽ ഉൾപ്പെടെ എങ്ങനെയാണ് BJP പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, നിയമനങ്ങൾ നടത്തുന്നത് എന്ന് സമീപ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ വന്നതാണ്. ഇതേപോലെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ഇപ്പൊ തൃശ്ശൂരിലൊക്കെ വ്യാപകമായി വന്നിട്ടുള്ള ഒരു ആക്ഷേപമായിരുന്നു, തൃശ്ശൂരിലെ പല ഫ്ളാറ്റുകളിലും അതുപോലെ തന്നെ കേന്ദ്രീകരിച്ച് BJP പുറത്തു നിന്നൊക്കെ വലിയ രൂപത്തിൽ ആളുകളെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ശ്രമം നടത്തിയതുമൊക്കെ തീർച്ചയായും ശ്രീ ജിതിൻ കഞ്ചേരി, ഇന്നലെ VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ആരോപണം ആവർത്തിക്കുകയും ചെയ്യുന്നത് കണ്ടു. ഞാൻ ചോദിച്ചത് അതേ തീവ്രതയോടുകൂടി കേരളത്തിലെ നേതാക്കൾ, CPM-ന്റെ നേതാക്കൾ ആ ആരോപണത്തെ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നതാണ്. ദേശാഭിമാനിയിൽ പ്രധാന വാർത്ത പോലും ആകാതെ അത് പോയതും പശ്ചിമബംഗാളിൽ അത് പാർട്ടി മുഖപത്രത്തിന് പ്രധാന വാർത്തയായതുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നാളെ ഇതൊരു വിഷയമാക്കി മുന്നിൽ കൊണ്ടുവരാൻ തന്നെയാണ് ഇന്ന് കർണാടകയിൽ നടന്ന മഹാറാലി, പ്രതിഷേധ മാർച്ച് ലക്ഷ്യം വെക്കുന്നത്. ഇത് എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്ന ഒരു കാര്യം കൂടിയാണല്ലോ. അപ്പോൾ മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വലിയ പിന്തുണയുമായി രംഗത്ത് വരുമ്പോൾ CPM നേതാക്കളുടെ പ്രതികരണം പോലും ഈ വിഷയത്തിൽ എന്തുകൊണ്ടില്ലാതെ പോകുന്നു? അല്ലേ, CPM മാത്രമല്ല, രാജ്യത്തിലെ എല്ലാ BJP ഒഴികെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കക്ഷികളുടെയും നേതാക്കൾ ഈ വിഷയത്തിൽ BJPയോട് ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളുടെ പോലും നേതാക്കൾ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. CPM ശക്തമായിട്ടുള്ള എല്ലാ പ്രതികരണങ്ങളും CPM-ന്റെ നേതാക്കളുടെ ഭാഗത്ത് നോക്കൂ. ഇതൊരു ദേശീയ പ്രശ്നമായി നിലനിൽക്കുന്ന വിഷയമാണ്. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയും ആ ഭരണഘടനയുടെ സാധുതയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് നടക്കുന്ന സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു. BJPക്ക് ഈ ആരോപണം എത്രയോ കാലമായി വരുന്നതാണ്. ശ്രീ രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ഒരാൾ ഈ വിഷയത്തെ വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്യുകയും ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിനകത്ത് BJP ഒഴികെയുള്ള എല്ലാ അല്ലെങ്കിൽ രാജ്യ താല്പര്യമുള്ള കക്ഷികളും ഈ വിഷയത്തിൽ BJPയുടെ നിലപാടുകൾക്കെതിരാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കെതിരാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ സുതാര്യമായി സംശുദ്ധമായി നിലനിൽക്കണമെന്ന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. തീർച്ചയായും എന്തായാലും രാഷ്ട്രീയ പ്രശ്നമായി ഈ വിഷയം ഇനിയും ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിരിക്കണം എന്ന കാര്യത്തിലും സംശയമില്ല. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ചയിൽ എത്താം ഇടവേളയ്ക്ക് ശേഷം. Looking stylish, guys. For every style, there is a Celerio. Looking stylish, guys. For every style, there is a Celerio. വീണ്ടും ചർച്ചയിലേക്ക്. ഡോക്ടർ ഗോപകുമാർ, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുമ്പോൾ അത് എപ്പോൾ തുടങ്ങുമെന്നത് നമുക്കറിയാം. ആദ്യം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും, പിന്നീട് അതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്താനുള്ളൊരു സമയമുണ്ടാകും. അതിനുശേഷം വോട്ടർമാർ ബൂത്തിലെത്തുമ്പോൾ ഓരോരുത്തരും പരിശോധിക്കും. ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ടാകും, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏജന്റുമാരുണ്ടാകും. അപ്പോൾ ഏതൊക്കെ തലങ്ങളിൽ ഇത് പരിശോധിക്കപ്പെടുന്നുണ്ട് എന്നറിയാമല്ലോ. അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ പിറ്റേന്ന് ദിവസങ്ങളിൽ തന്നെ പാർട്ടികൾ വിലയിരുത്തും. അതിൽ അവർക്ക് എത്ര വോട്ട് എവിടെയൊക്കെ പോൾ ചെയ്തിട്ടുണ്ട്, ജയിക്കാനുള്ള സാഹചര്യവും സാധ്യതകളും അതിലൊക്കെ വലിയ വേരിയേഷൻസ് ഉണ്ടായാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഈ ഘട്ടങ്ങളിലൊന്നും ഇത് ശ്രദ്ധയിൽപ്പെടാതെ പോയത്? മാത്രവുമല്ല, ഇപ്പോൾ പരാതി കൊടുക്കാനുണ്ടായിട്ടുള്ള ഈ വൈകൽ വലിയ ഒരു കുറ്റമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പരാതി ഉന്നയിക്കുന്നതിൽ പോലും ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള പോരായ്മകൾ ഈ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടോ? തീർച്ചയായിട്ടും രേണു പറഞ്ഞ കാര്യങ്ങളോട് ഒരു വലിയ പരിധിവരെ യോജിക്കുന്നു. ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, ഓരോ ബൂത്തിലും ഓരോ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടുകളെക്കുറിച്ച്
അവർക്കൊരു ധാരണയുണ്ട് എന്ന് പറയുന്നതിനകത്ത് ഒരു ശാസ്ത്രീയത ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ആരെങ്കിലും ഞങ്ങളുടെ പാർട്ടിയുടെ വോട്ട് കുറയുമെന്ന് പറയുമോ? മേൽഘടകങ്ങളിൽ അതൊരിക്കലും ഉണ്ടാവില്ല. ഇവിടെ പ്രശ്നം എന്താ പറയുക, ഒന്ന് ഇലക്ഷൻ കമ്മീഷന് സ്ഥിരമായ ജീവനക്കാരില്ല. ഉള്ളതാകട്ടെ ഒരു സ്കെൽട്ടൺ സ്റ്റാഫ്. അവർ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ചീഫ് ഇലക്ടറൽ ഓഫീസറുണ്ട്, പഞ്ചായത്ത് ലെവലിൽ ഇലക്ഷൻ കമ്മീഷന് അതിന് വേറെ ലെവൽ ഓഫീസറുണ്ട്. അകത്തുള്ള സ്റ്റാഫ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്ലറിക്കൽ സപ്പോർട്ടേ ഉള്ളൂ. ഫീൽഡിൽ പോയി പണിയുന്നതൊക്കെ താൽക്കാലികമായിട്ട് അധ്യാപകരെയോ മറ്റ് ജീവനക്കാരെയോ റവന്യൂ വകുപ്പ് വിടുന്നതാണ്. അവർക്ക് പരിമിതമായ പരിശീലനം കൊടുത്തങ്ങ് വിടും. അവർ കൊണ്ടുവരുന്ന ഡേറ്റ്, ഈ ഡേറ്റയിൽ അപകടങ്ങൾ കൂടുതലും സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ പോലും നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ വരുമ്പോൾ മിക്കവാറും പിന്നെ ടീച്ചറാണെങ്കിൽ ടീച്ചറിന് വരാൻ പറ്റില്ല, ഹസ്ബൻഡായിരിക്കും വരുന്നത്. ചിലപ്പോൾ രണ്ടുപേരും കൂടെ വരും. എളുപ്പം വന്നിട്ട് കഴിഞ്ഞാണത്തെ എല്ലാവരും വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചിട്ടൊക്കെ പോകും. മൈക്രോ ലെവലിലാണ് ഞാൻ പറയുന്നത്. അത് കേരളം പോലത്തെ ഒരു ചെറിയ സംസ്ഥാനത്തിൽ പോലും ഒരുപാട് അബദ്ധങ്ങൾ പറ്റുമ്പോൾ ജാഗ്രതയോടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മറുവശത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ചുമതലയുണ്ട്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണ്, ഇപ്പോൾ നഗരങ്ങൾ ഫ്ലോട്ട് ചെയ്യണ പോപ്പുലേഷൻ, ഓരോ ബൂത്ത് ലെവലിൽ എത്ര പേരുണ്ട്, ആര് നോക്കി നിൽക്കുന്നു, അവർക്കൊക്കെ വേറെ ജോലിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ എന്യൂമറേറ്റ് ആയിട്ട് വരുന്ന ടീച്ചേഴ്സോ അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരോ ഈ റവന്യൂ സ്റ്റാഫ് കൊടുക്കുന്ന താൽക്കാലിക ഒരു ഓണറേറിയത്തിൽ അവർ 2-3 ദിവസം കൊണ്ട് ഡേറ്റ കളക്ട് ചെയ്തിട്ടങ്ങ് പോകും. പക്ഷേ ഇതിന് ഒരു വഴി എന്ന് പറയുന്നത് നല്ല റെഗുലറായിട്ട് ഇലക്ഷൻ കമ്മീഷന് സ്റ്റാഫ് വേണം, ഫീൽഡ് വർക്ക് ചെയ്യാനുള്ള സ്റ്റാഫ് വേണം, അവർക്ക് പരിശീലനം കൊടുക്കണം, അവർ കൃത്യമായ ഡേറ്റ വന്നോ എന്നുള്ളത് അത് വീണ്ടും തെളിയിക്കപ്പെടണം. അതിനൊന്നും ഒരു സംവിധാനമില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് തീർച്ചയായിട്ടും ഇതിന് അതവർക്ക് ഒഫീഷ്യലല്ല, അവർക്ക് പൊളിറ്റിക്കലാണ്. അവർക്ക് തീർച്ചയായിട്ടും അവർ ഇതിൻ്റെ കോപ്പി കിട്ടുമല്ലോ. അവരെന്തുകൊണ്ട് ആ സമയത്ത് ഇത് പെട്ടെന്ന് ആ ബൂത്ത് ലെവൽ ഇത്ര കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യും. രാഷ്ട്രീയ പാർട്ടികൾ കൂടി ചേർന്ന ഒരു പാർലമെൻ്ററി സംവിധാനത്തിൽ പാർട്ടികൾക്കേ ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ഒരു മെഷീനറി ഉണ്ട്. അത് വോളണ്ടറി ആക്ടിവിറ്റി ആണെങ്കിൽ അവിടെ ചൂണ്ടിക്കാണും. ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കേരളത്തിൽ ആക്ഷേപം ഇപ്പോഴേ വന്നു കഴിഞ്ഞു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനകത്ത് ഭരണകക്ഷിയുടെ കൃത്രിമത്വം ഉണ്ടെന്ന്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ മമതയ്ക്കെതിരെ പറയാം, കോൺഗ്രസിനെതിരെ കർണാടകയിൽ പറയാം, കേരളത്തിൽ ഇടതുമുന്നണിയെക്കുറിച്ച് പറയാം, തമിഴ്നാട്ടിൽ DMK കുറിച്ച് പറയാം. ഇങ്ങനെ തുടങ്ങി അതിനകത്ത് കുറച്ചൊക്കെ സാങ്കത്യം ഉണ്ട് താൻ. പക്ഷേ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷന് തന്നെയാണ് ഉത്തരവാദിത്വം. അവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെങ്കിൽ റെഗുലറായിട്ടുള്ള സ്റ്റാഫ് വേണം, പരിശീലനം വേണം. ഇത് ഇന്നിപ്പം നേരത്തെ ഒരാൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഡിജിറ്റൽ യുഗത്തിൽ ഇതൊക്കെ കണ്ടെത്താനൊക്കെ പറ്റും. പിന്നെ ഇല്ലാത്ത പേരാണോ ഉള്ള പേരാണോ, ഒരേ ആളുടെ പേരും ബാക്കി കാര്യങ്ങളും മറ്റു സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടോ, മരണമൊഴിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ട്രേസ് ചെയ്യാം. മരണം നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് ചുരുക്കത്തിൽ ഇതൊരു നിരന്തരമായ ഒരു വിജിലൻ്റായിട്ടൊരു അപ്രോച്ച് എടുക്കണം. മറുവശത്ത് രാഷ്ട്രീയ പാർട്ടികളല്ലെങ്കിലും സന്നദ്ധ സംഘടനകൾ ആരെങ്കിലും ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഇതിന് സമാനമായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ ഈ 45 ദിവസം 30 അല്ല 45 ദിവസം ഞാൻ പരാതി കൊടുക്കണമെന്നാണ്. അപ്പോൾ കോടതിയിൽ പോയാൽ ഇത് നിലനിൽക്കില്ല എന്ന് അറിയാവുന്നതും കൊണ്ടാണ് ഇത് ലീഗൽ ഫൈറ്റിന് പോകാത്തത്. ആ സമയത്തിന് കൊടുക്കണം എന്നുള്ളതാണ്. ഇത്രയും റിസർച്ച് ചെയ്ത് വന്നപ്പോൾ സമയം കടന്നുപോയി. മാത്രമല്ല റിസർച്ച് ചെയ്തൊക്കെ ഉറപ്പാണെന്ന് എന്താ തെളിവുള്ളത്? അപ്പോൾ ചുരുക്കത്തിൽ ഇത് നമ്മൾ 100 കോടി ജനതയെ വേണ്ട രീതിയിൽ ഇലക്ട്രൽ റോളിൽ കൊണ്ടുവരിക. ഇത് ബീഹാറിലെ മറ്റു തരത്തിലുള്ള പരാതിയായിരുന്നു. കാരണം അവിടെ വന്നതൊക്കെ ബംഗാളികളും പിന്നെ മ്യാൻമാർ, ബർമയിലുള്ള ആൾക്കാർ വരെ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് കടന്നുകൂടിയിട്ടുണ്ടെന്ന് പറയുന്നു. ചുരുക്കത്തിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സംവിധാനമാണ്. ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷന് തന്നെയാണ്. തീർച്ചയായും. ശ്രീ KP നൗഷാദ് അലി, ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ തന്നെയും കർണാടകയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ സംസ്ഥാന ഭരണം കോൺഗ്രസിനായിരുന്നു. അപ്പോൾ അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥരാണ് ഇതിൽ നേരിട്ടിടപെട്ടത് എന്നത് ഒരു വസ്തുത. മറ്റൊന്ന്, നിയമപരമായി പോരാട്ടത്തിന് പോയാൽ കാലതാമസം ഒരു വിഘാതമാകും, അത് തിരിച്ചടിയാകും എന്ന ഭയപ്പാട് മൂലമാണോ ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ വേണ്ട, നിയമപരമായ ഒരു ഏറ്റുമുട്ടൽ വേണ്ട, രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കുക എന്ന തലത്തിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുന്നത്? ഇവിടെ നിങ്ങളിപ്പോൾ ഈ സംസ്ഥാന സർക്കാരുകൾക്ക് ആനുപാതികമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു ധ്വനി, വ്യംഗ്യം നിങ്ങളുടെ ചോദ്യത്തിലുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇവിടെ VS സുനിൽകുമാറാണ് തൃശ്ശൂരിലെ ക്രമക്കേടിനെ കുറിച്ച് ആദ്യമായിട്ടൊരു പ്രസ്താവനയായിട്ട് വന്നത്. അദ്ദേഹം ഈ സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയുടെ നേതാവാണ്. അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ ഭാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊരു പൊതുപ്രവർത്തകന് കൊടുക്കേണ്ട ഒരു മര്യാദ പോലും നൽകാതെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പരസ്യമായ പ്രസ്താവനയായിട്ട് രംഗത്ത് വന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കേന്ദ്രീകൃത അജണ്ടക്കനുസരിച്ച് പോകുന്ന ആളുകളെ മാത്രം പ്രതിഷ്ഠിക്കുന്ന, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പഴയ ഇന്ത്യയുമായിട്ട് ഈ പുതിയ കാലത്ത് നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാകുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇവിടെ
ഇപ്പോൾ ഒരു കുറ്റകൃത്യം നടന്നു, അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നത് ഇനിയിപ്പോൾ എത്ര വർഷം മുമ്പാണെങ്കിലും അത് ഇപ്പം അതിന് കേസില്ല. 25 കൊല്ലം മുമ്പ് നടന്ന ക്രിമിനൽ കേസിലെ പ്രതികളെയൊക്കെ ഇപ്പം അറസ്റ്റ് ചെയ്യുന്ന വാർത്തകളൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നതാണ്. ഈ രാജ്യത്തിൻ്റെ ശിക്ഷാ സംഹിതകൾ പ്രകാരം ഒരു വീഴ്ച, പോരായ്മ, കുറ്റകൃത്യം അത് നടന്നത് ഇത്ര ദിവസത്തിനകത്താണെങ്കിൽ മാത്രമേ അതിനെ ഒരു കുറ്റകൃത്യമായി പരിഗണിക്കാനും ഒന്ന് പരാതിപ്പെടാൻ പോലും പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം അപരിഷ്കൃതവും പ്രാകൃതവുമാണ് ഇവരടിച്ചേൽപ്പിക്കുന്ന ഈ ഭേദഗതികളും നിബന്ധനകളും എന്ന് ഓർക്കാൻ നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. ഒരു 1950കളിലൊക്കെ ഈ രാജ്യം കൈവരിച്ച ഒരു പരാതി കൊടുക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടില്ല. രേഖാമൂലം പരാതി കൊടുക്കാനാണ് കമ്മീഷൻ പറയുന്നത്. നാലായിരത്ത് പോലും എത്തുന്നില്ലല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിവിൽ സെൻസും നമ്മുടെ ഒരു ചുറ്റുപാടും എന്നൊക്കെ ഉള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ഇനി പരാതിയുടെ കാര്യം പറഞ്ഞു. പരാതി ഞങ്ങൾ എത്രയെത്ര ഇടപാടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് നടത്തി, ഞങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കിട്ടാൻ. ഞങ്ങൾക്ക് ഈ കമ്മീഷന്റെ സ്വഭാവം വളരെ കൃത്യമായിട്ട് അറിയാം. ഇത് 40 ദിവസത്തിനകത്ത് പരാതിപ്പെടണം, അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ നശിപ്പിക്കും, ഇങ്ങനെയൊക്കെ നിബന്ധന വച്ച് പുലർത്തി പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടൊരു പരിരക്ഷയൊക്കെ മുൻകൂട്ടി ഉറപ്പാക്കി നിൽക്കുന്ന ആളുകളാണ്. അവർക്കറിയാം അവരുടെ മടിയിൽ കനമുണ്ടെന്ന്. അപ്പോൾ വഴിയിൽ ഭയപ്പെടാതിരിക്കാനുള്ള ഉപാധികളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഈ രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് എന്നുകൂടി തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഏതായാലും ഇവർ ഇതുവരെ നടത്തിയ ഒരു തട്ടിപ്പിന്റെ പ്രീസിഡൻസ് ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. അവരിനി റിസർച്ചും ഡെവലപ്മെന്റും ഒക്കെ നടത്തിയിട്ട് പുതിയ നൂതനമായ തട്ടിപ്പിന്റെ മാർഗങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുവരെയെങ്കിലും ജനാധിപത്യം സുരക്ഷിതമാണ്. അങ്ങനെ സുരക്ഷിതമാക്കാൻ കഴിഞ്ഞു എന്ന വലിയൊരു രാഷ്ട്രീയ വിജയം ഞാനിവിടെ ഓർത്തു പോവുകയാണ്. ഇവിടെ എല്ലാ തെരഞ്ഞെടുപ്പിലും BJP ജയിക്കുകയാണ്. ഇവിടെ എക്സിറ്റ് പോളുകളും ഇവിടെ അഭിപ്രായ വോട്ടെടുപ്പുകൾ അല്ലെങ്കിൽ അഭിപ്രായ സർവേകളൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നതിലും ആ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ അഭിപ്രായത്തെ ഉദ്ധരിച്ചും ഒക്കെ BJP തോറ്റുപോകുമെന്ന് ഉറപ്പുള്ള ഇടങ്ങളിൽ പോലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉടൻ ഇവരുടെ ഗോഡി മീഡിയ എക്സിറ്റ് പോളുമായിട്ട് വന്ന് അവരുടെ വിജയം പ്രവചിക്കും. അത് കഴിയുമ്പോൾ ഈ പറഞ്ഞ പല ഘടകങ്ങളുടെ സഹായത്തോടുകൂടി അവർ വിജയിക്കും. ഇതിങ്ങനെ നിരന്തരം ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ന്യായമായ സംശയങ്ങൾ തോന്നി. മധ്യപ്രദേശിൽ തോൽക്കുന്നു, ഹരിയാനയിൽ തോൽക്കുന്നു, ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും തോൽക്കുമ്പോൾ, ചില സീറ്റുകളിൽ പ്രത്യേകിച്ച് തോൽക്കുമ്പോൾ അത് പിന്നെ തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ 1 സീറ്റിലാണ് തോറ്റെങ്കിൽ ഞങ്ങൾ സംശയിക്കില്ലായിരുന്നു, ഞങ്ങൾ 10 സീറ്റിലാണ് തോറ്റെങ്കിൽ ഞങ്ങൾ സംശയിക്കില്ലായിരുന്നു. പക്ഷെ നിരന്തരമായിട്ട് 100 കണക്കിന് സീറ്റുകളിൽ ഒരേ കാരണങ്ങളും ഒരേ തരത്തിലുള്ള കൃത്രിമത്വവും കാരണം തോൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അന്വേഷിക്കുമല്ലോ. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിപുലമായ പ്രവർത്തന പരിധിയിൽ അവർക്ക് ഇടപെടാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് ഒറ്റപ്പെട്ട വീഴ്ചയുണ്ടാകുമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റപ്പെട്ട വീഴ്ചയല്ല ഇത്. ബോധപൂർവം ഇത് ചെയ്യാൻ വേണ്ടി മാത്രം സ്വന്തം ഉദ്യോഗം നീക്കി വെച്ചുകൊണ്ട് നടത്തുന്ന വലിയ ക്രൈമാണ്, വലിയ നിർഭാഗ്യകരമായ തട്ടിപ്പാണ്. ആ തട്ടിപ്പ് തിരിച്ചറിയാതെ അതിനു മുമ്പിലെ പിന്നെ ഇത്തരത്തിൽ പിന്നെ നിർനിമേഷരായി നിൽക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവര് തങ്ങളുടെ മനസാക്ഷിയാണ് വഞ്ചിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യവും ജനാധിപത്യവും നിലനിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർ രാഹുൽ ഗാന്ധിയുടെ കൂടെ ചേരണം. നിങ്ങൾ അദ്ദേഹത്തിന് വോട്ടൊന്നും ചെയ്യണ്ട. ഈ പറഞ്ഞ സിസ്റ്റം ഒക്കെ നന്നാക്കിയിട്ട് നിങ്ങൾ ആർക്കാണോ ചെയ്യുന്നത് അവർക്ക് തന്നെ ചെയ്തോളൂ. പക്ഷേ ഇതിനെ നിഷ്പക്ഷമാക്കാനുള്ള ദൗത്യത്തിലെങ്കിലും നിങ്ങൾ ആ മനുഷ്യനോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നാണ് എനിക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും പറയാനുള്ളത്, എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരോടും പറയാനുള്ളത്. അദ്ദേഹം കോൺഗ്രസിനെ ജയിപ്പിക്കാനുള്ള എക്സർസൈസ് അല്ല ആവശ്യപ്പെടുന്നത്, സിസ്റ്റത്തെ നേരെയാക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് സർവൈവൽ ഇസ് ദ ഫിറ്റസ്റ്റ് എന്നല്ലേ, ഏറ്റവും കാര്യക്ഷമതയുള്ള കോമ്പിറ്റൻസ് ഉള്ള ആളുകൾ ജയിച്ചു പോട്ടെ, അതിന് പ്രതലമൊരുക്കാനുള്ള വലിയ ദൗത്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിൽ BJP-ക്കാർക്കും അദ്ദേഹത്തോട് യോജിക്കാം. ശരി, ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും അടിസ്ഥാനമാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അത് സുതാര്യമായിരിക്കണം എന്നത് ഓരോ പൗരന്റെയും ആവശ്യമാണ്. അതിന് ഒട്ടും ഗൗരവം കുറച്ച് കാണുന്നില്ല ശ്രീ KP നൗഷാദ് അലി. പക്ഷേ 400 പാർ എന്ന് പറഞ്ഞു വന്നവരാണ്, 240 ഒതുങ്ങിപ്പോയി. അപ്പോൾ ഇത് നിങ്ങൾ ആരോപിക്കുന്ന തരത്തിലുള്ളൊരു ആരോപണമാണ് അല്ലെങ്കിൽ ടാമ്പറിംഗ് ആണ് നടന്നത് എങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ ഇതാണ് സത്യമെങ്കിൽ, ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ഗതികെട്ട അവസ്ഥയിലാകുമായിരുന്നു എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഇതിലൊക്കെ വ്യക്തത വരണം എന്നത് സത്യം തന്നെയാണ്. ശ്രീ ശ്യാംരാജ്, ഇവിടെ ഇപ്പോൾ
എന്തുകൊണ്ട് പരാതിയില്ല, എന്തുകൊണ്ട് ഇത്ര ദിവസത്തിനകം പരാതി തന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു ഡിജിറ്റൽ പതിപ്പുകൾ നൽകാത്തത് എന്താണ് കമ്മീഷൻ, ആവർത്തിച്ച് ചോദിച്ചിട്ട് നൽകുന്നില്ല. ഡിജിറ്റൽ പതിപ്പുകളാണെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിലൊരു വ്യക്തത വരുത്താം, പരാതി നൽകാം, അത് നൽകുന്നില്ല. വീഡിയോ ദൃശ്യം നൽകാത്തത് എന്ത് എന്ന് ചോദിക്കുന്നു, വീഡിയോ ദൃശ്യം നൽകുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ലിസ്റ്റിൽ വ്യാപക ക്രമക്കേട് നടത്തിയത് എന്തിന്, മറുപടി തരാതെ പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിന്, ബിജെപിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നത് എന്തിന്? ഈ 5 ചോദ്യങ്ങളാണ്. ഇതിൽ മറുപടി തരാതെ പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നത് എന്തെന്ന ചോദ്യത്തിൽ ഇപ്പോൾ കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് വരുന്നത് ഇനി ബീഹാറിലെ SIR കഴിഞ്ഞിട്ട്, അവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പരാതി നൽകാനിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, നമ്മുടെ സഭയിൽ എത്ര ദിവസമായി ആ വിഷയത്തിൽ ചർച്ച വേണമെന്നൊരാവശ്യം പ്രതിപക്ഷ MP-മാർ നടത്തുന്നു. എന്തുകൊണ്ടാണ് ചർച്ചയില്ലാത്തത്? നിങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ചർച്ചയില്ലാത്തത്? അവിടെ ചർച്ചയില്ല എന്ന് പറയുന്ന അമിത്ഷാ ഇന്ന് ബീഹാറിൽ പോയി പറയുകയാണ്, ഞങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരെ ഇല്ലാതാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയാണ്. അത് എന്തുകൊണ്ട് സഭയിൽ ചർച്ച ചെയ്യുന്നില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ചർച്ചകളുടെ, നിയമ നടപടികളുടെ എല്ലാ സാധ്യതകളും അടച്ചുവെച്ച് ഒരു വിവരങ്ങളും നൽകാതെ അതൊക്കെയും റദ്ദാക്കിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് പരാതി തരുന്നില്ല എന്ന് ചോദിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ തട്ടിപ്പ് നടത്തിയിട്ട് സ്ഥാനഭ്രഷ്ടയാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ്. അതുകൊണ്ട് പഴയ കാലത്ത് ജനാധിപത്യ രാജ്യത്ത് ഈ കോൺഗ്രസ്സുകാർ ഒന്നും ചെയ്തില്ല എന്നൊന്നും വെറുതെ പറയരുത്. ഇവിടെ നോക്കൂ, കോൺഗ്രസിന്റെ അതോടൊപ്പം തന്നെ അവരോടൊപ്പം നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെയും ഇരട്ടത്താപ്പ് വ്യക്തമല്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു വാദത്തിന് ഇവരുടെ ഈ വാദങ്ങളെല്ലാം നമ്മൾ അംഗീകരിച്ചെങ്കിൽ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്തരത്തിലുള്ള ഈ ഇലക്ട്രോണിൽ വന്നിട്ടുള്ള ഈ തെറ്റുകൾ അല്ലെങ്കിൽ തിരുത്തലുകൾ വരുത്താൻ വേണ്ടിയിട്ട് ബീഹാറിൽ നടത്തുന്ന പരിഷ്കരണത്തിന് ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ബീഹാറിൽ 65 ലക്ഷം ആളുകളാണ്, സാധാരണക്കാരായ 65 ലക്ഷം ആളുകൾ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഇതാണ് ഇരട്ടത്താപ്പ്. നിങ്ങൾ ഒരു വശത്ത് നിങ്ങൾ ഇവിടെ മൊത്തം പ്രശ്നമാണെന്ന് പറയുകയും മറുവശത്ത് ഞങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പരിഷ്കരണങ്ങൾ, അതിനെ കൂടുതൽ സംതൃപ്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും പരിഷ്കരണം നടത്തുമെങ്കിൽ നിങ്ങൾ എല്ലാത്തിനെയും ആധാരമായി ബന്ധപ്പെടുത്തിയവരുടെ തിരിച്ചറിയൽ രേഖയല്ല ആധാർ എന്ന് നിലപാടെടുക്കുന്നത് പരിശുദ്ധപ്പെടുത്താനുള്ള നീക്കമാണ്. ആധാറുമായിട്ട് ബന്ധപ്പെടുന്നതിന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എല്ലാത്തിനെയും ബന്ധിപ്പിടിച്ച് കഴിഞ്ഞല്ലോ. ഇനി അംഗീകരിച്ചാൽ എന്ത്, അംഗീകരിച്ചില്ലെങ്കിൽ അംഗീകരിച്ചാൽ എന്ത്, അംഗീകരിച്ചില്ലെങ്കിൽ എന്ത്, എല്ലാം ബന്ധപ്പെടുത്തി കഴിഞ്ഞല്ലോ. ഇവിടെയാണ് പ്രശ്നം. നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളും പ്രതിപക്ഷമൊക്കെ ഇരുട്ടിൽ തപ്പുകയാണ്. നിങ്ങൾക്കുള്ളത് ഇരട്ടത്താപ്പ് തന്നെയാണ്. കർണാടകത്തിൽ ഒരു വിഷയം നിങ്ങൾ ഉന്നയിക്കും, അതേ വിഷയത്തിൽ തന്നെ മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള ബീഹാറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കർണാടകത്തിന്റെ സാഹചര്യവും ബീഹാറിന്റെ സാഹചര്യവും ഒന്നാണ് എന്ന് ശ്യാംരാജിന് പറയാൻ പറ്റുമോ? ശ്രീ ശ്യാംരാജ്, കർണാടകത്തിന്റെ സാഹചര്യവും, കർണാടകത്തിന്റെ ഇന്ത്യയിലെ തന്നെ IT ഹബ്ബാണ് കർണാടകയിലെ ഈ മേഖലകളൊക്കെ വരുന്ന ഒരു സംസ്ഥാനമാണ് കർണാടകം. കർണാടകയിലെ സാഹചര്യം ബീഹാറിലെ സാഹചര്യം ഒന്നാണെന്ന് താങ്കൾക്ക് പറയാൻ പറ്റൂ? നിരക്ഷരരായ എത്ര മനുഷ്യരുള്ള, സാധാരണക്കാരായ എത്ര മനുഷ്യരുള്ള നാടാണ് ബീഹാർ. അവിടെ വിദ്യാസമ്പന്നരായുള്ള ആൾക്കാരാണോ? മെട്രിക്കുലേഷൻ പാസ്സായ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പറ്റുന്ന എത്ര ആളുകൾ അവിടെ ഉണ്ടാകും ബീഹാറിൽ? ആധാർ തിരിച്ചറിയൽ രേഖയല്ല എന്ന് പറയുന്നു. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന മറ്റ് തിരിച്ചറിയൽ രേഖകൾ ഉള്ള എത്ര മനുഷ്യരുണ്ടാകും അവിടെ? സാധാരണക്കാർക്ക് വോട്ട് രേഖപ്പെടുത്തണമല്ലോ. സാധാരണക്കാരൻ പണക്കാരനുമായി തുല്യതപ്പെടുന്ന രാജ്യത്തെ ഏക സംവിധാനമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ചോദ്യം കഴിഞ്ഞോ? രേണു ബീഹാറിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. നിങ്ങളുടെ വാദത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകൾ മൊത്തം നിരക്ഷരരാണെന്നും അവർക്ക് യാതൊരു സംവിധാനങ്ങളെ കുറിച്ചും അറിവില്ല എന്നും എല്ലാവരും നിരക്ഷരരാണെന്ന് ഞാൻ പറഞ്ഞു. കർണാടകയിലെ ബീഹാറിലെ സാഹചര്യം ഒന്നാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പറയരുതെന്ന് നിങ്ങൾ. ഒരു സാധാരണ സംവിധാനങ്ങളിൽ ഇവർക്ക് ഇവരുടെ വോട്ടവകാശത്തെ കുറിച്ചിട്ട് അറിയാനും എങ്ങനെയാണ് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കേണ്ടതെന്നും എന്താണ് ആധാർ കാർഡ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ തന്നെ പുറത്തിറക്കുന്ന രേഖകളുണ്ടല്ലോ, ഇൻഡെക്സുകളുണ്ടല്ലോ, അതിൽ ബീഹാറിന്റെ സ്ഥാനം എവിടെയൊക്കെയാണെന്ന് താങ്കൾക്കും അറിയാമായിരിക്കും. നിങ്ങളുടെ വാദത്തെ ന്യായീകരിക്കാൻ വേണ്ടി വെറുതെ ഒരു സംസ്ഥാനത്ത് നികഴ്ത്തി കാണിക്കില്ലല്ലോ. ഞാൻ നികഴ്ത്തി കാണിച്ചിട്ടില്ല ശ്രീ ശ്യാംരാജ്. ഞാൻ കാര്യമാണ് പറഞ്ഞത്. ഓരോ സംസ്ഥാനത്തും ഓരോ സാഹചര്യം എന്നതാണ് പറഞ്ഞത്. എന്തുകൊണ്ട് കർണാടകയിലെ നിലപാട് ബീഹാറിൽ സ്വീകരിക്കുന്നില്ല എന്നതിന്റെ കാരണമേ ഞാൻ പറഞ്ഞത്. അതല്ല, ആ കാരണത്തെ ന്യായീകരിക്കാൻ നിങ്ങൾ എന്താ പറഞ്ഞത്? അവിടുത്തെ ആളുകൾക്ക് നിരക്ഷരനാണെന്നോ, അവർക്കത് മനസ്സിലാവില്ലെന്നോ? നിങ്ങൾ എങ്ങനെ സാക്ഷരതാ റേറ്റ് ബീഹാറിലേത് എങ്ങനെയാണെന്ന് താങ്കൾക്ക് അറിഞ്ഞൂടെ? സാക്ഷരത എന്താണ്? ആ സാക്ഷരത ഈ പുറമുള്ള ആൾക്കാർക്കൊന്നും അവിടെ എഴുത്തുമാനെ അറിയില്ല, അല്ലെങ്കിൽ ഇലക്ഷൻ അങ്ങനെ വോട്ട് ചെയ്യേണ്ടെന്ന് അറിയില്ലേ?
വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല എന്നാണോ ഞാൻ പറഞ്ഞത്? വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കൊടുക്കേണ്ടത് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഒരു രേഖയാക്കിയാൽ അതിൽ എത്ര പേർക്ക് പറ്റും എന്നതാണ് ഞാൻ ചോദിച്ചത്. അവിടെ 65 ലക്ഷം ആളുകൾ പുറത്തു പോകുന്ന സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നതായിരുന്നു എന്റെ ചോദ്യം. ഞാൻ ഇകഴ്ത്തി കാണിക്കാനല്ല ശ്രമിച്ചത്. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയാണ് അവിടെ പോയി അവരെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിച്ചത്. ഇന്ന് അദ്ദേഹത്തിന്റെ വയറ്റാണ് ഈ ചർച്ച തുടങ്ങുന്നതോട് നമ്മൾ കണ്ടത്. നുഴഞ്ഞുകയറ്റക്കാരായി ബീഹാറിൽ പുറത്തു നിൽക്കുന്ന മനുഷ്യരെ അപകീർത്തിപ്പെടുത്തിയത് നിങ്ങളുടെ നേതാവാണ്. രാഷ്ട്രീയം പുറത്തേക്ക് വരികയാണ്. നിങ്ങളുടെ ഞാൻ രാഷ്ട്രീയമല്ല ശ്രീ ശ്യാംരാജ് പറഞ്ഞത്. ഞാൻ ബീഹാറിലെ സാഹചര്യവും കർണാടകയിലെ സാഹചര്യവും വ്യത്യസ്തമെന്ന് പറഞ്ഞു. ബീഹാറിലെ മനുഷ്യരെ നുഴഞ്ഞുകയറ്റക്കാരാക്കി ചിത്രീകരിച്ചത് നിങ്ങളുടെ മന്ത്രിയാണ് എന്ന് പറഞ്ഞു. അതിന്റെ ബൈറ്റ് താങ്കൾ നേരത്തെ കേട്ടതാണ്. നിങ്ങൾ നിഷ്പക്ഷ മാധ്യമപ്രവർത്തകയാണെങ്കിൽ എങ്ങനെ ഞങ്ങളുടെ മാത്രം ആഭ്യന്തരമന്ത്രിയാകുന്നത്? ഞങ്ങളുടെ നേതാവ് താങ്കളുടെ പാർട്ടിക്കാരനാണ്. നിഷ്പക്ഷം ആഭ്യന്തരമന്ത്രി ഞങ്ങളുടേതാണെങ്കിലും പാർട്ടിക്കാരൻ താങ്കളുടേതായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എങ്കിൽ അങ്ങനെ പറയണം. എങ്കിൽ ഞങ്ങളുടെ നേതാവ് എന്ന് പറയണം. ഇത് നിങ്ങളുടെ ഒളിച്ചു വെച്ചിരിക്കുന്ന രാഷ്ട്രീയം ഇങ്ങനെ പുറത്ത് ചാടുന്നതാണ് ചെയ്യണം. നിങ്ങൾ ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പറഞ്ഞത്. ആരോപണം താങ്കൾക്ക് എന്തും ഉന്നയിക്കാം. ഞാൻ താങ്കൾക്ക് അനുവദിക്കുന്ന സമയം കഴിയുന്നു. ഞാൻ താങ്കൾക്ക് അനുവദിച്ച സമയം കഴിയുന്നു. ചർച്ചയില്ല, മറ്റു പരാതികളിൽ നടപടികളില്ല. പിന്നെ എന്ത് വേണം? എന്റെ സമയത്ത് നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കാതെ എന്റെ സമയത്ത് നിങ്ങൾ തന്നെ കൂടുതൽ സമയം പറയിച്ചിട്ട് എനിക്ക് പറയാനുള്ള വാദങ്ങളൊന്നും പറയാനുള്ള സമയം എന്നിട്ട് സമയം തീർന്നു പറഞ്ഞാൽ എന്താ അർത്ഥമുള്ള? എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ടെന്നേ. എനിക്ക് പറയാനുള്ള സമയത്ത് ഞാൻ പറയണ്ടേ? ഇത് ഞാൻ നിങ്ങൾ 4 പേരോട് തർക്കിച്ചോണ്ടിരിക്കണോ? അല്ല ഞാൻ 4 പേരോട് സംവാദിച്ചോണ്ടിരിക്കണോ? കോൺഗ്രസിന്റെ അഭിപ്രായം പറയുന്നത് UDFിന്റെ അഭിപ്രായം പറയാൻ അവരുടെ പ്രതിനിധി ഉണ്ടല്ലോ, LDFിന്റെ അഭിപ്രായം പറയാൻ അവരുടെ പ്രതിനിധി ഉണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് ഇവരുടെ എല്ലാം പ്രതിനിധിയാവുന്നത്? നിങ്ങൾ നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമപ്രവർത്തനം എന്നല്ല പറയുന്നത്. എങ്കിൽ എനിക്ക് പറയാനുള്ള സമയം തരണം. എനിക്ക് പറയാനുള്ള വാദങ്ങളെ പക്ഷെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരിക്കില്ല. പക്ഷെ ഞാൻ വന്നിരിക്കുന്ന എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയാനാണെന്നേ, അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം പറയാനല്ല. അപ്പൊ എന്നെ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? അത് പറയണം. നിങ്ങളുടെ ഈ കാര്യങ്ങൾ ജനങ്ങൾ അറിയണം. ഞാൻ എന്റെ പൊളിറ്റിക് പോയിന്റിലേക്ക് വരാം. ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നതിന് എങ്ങനെയാ? ഞാനിപ്പോ മലപ്പുറത്തുള്ള ഞാൻ ഇലക്ഷൻ പ്രോസസ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മലപ്പുറത്തെ ചാർജായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കലാണ്. ഞങ്ങളുടെ വോട്ടർ പട്ടിക പഠിച്ചുകൊണ്ടിരിക്കലാണെന്നേ. ഇവിടെ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട്, ആരൊക്കെയാണ് മരിച്ചു പോയിട്ടുള്ളത്, ആരൊക്കെയാണ് വിവാഹം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അങ്ങോട്ട് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അടിസ്ഥാനപരമായിട്ട് പഠിക്കും. കോൺഗ്രസ് പാർട്ടി അത് പഠിച്ചില്ല എന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. എന്തുകൊണ്ട് ഇവർക്ക് ആർക്കും ഈ കോൺഗ്രസ് പാർട്ടിയുടെ കർണാടകത്തിലെ ബൂത്ത് ലെവൽ ഏജന്റുമാർ അല്ലെങ്കിൽ ബൂത്ത് ലെവൽ പ്രവർത്തകരായിട്ടുള്ള ഒരാൾക്ക് പോലും ഇതിനകത്തൊരു സംശയം തോന്നിയിട്ടുണ്ടായില്ല. അന്നെന്തായാലും കണ്ടുപിടിക്കാൻ വേണ്ടി ഇവരെ കൊണ്ട് സാധിക്കാത്തത് താങ്കൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ നിതിൻ കണിശ്ശേരി, സംസ്ഥാനത്ത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് ആരോപണവും വലിയ പ്രതിഷേധവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെയാണോ അധികാരം ഉള്ളപ്പോൾ ഉള്ളവർ എങ്ങനെയൊക്കെ ഈ സംവിധാനങ്ങളെ സ്വാധീനിക്കാൻ എന്ന് ശ്രമിക്കുമെന്നതിന്റെ ഒരു ഉദാഹരണം തന്നെയാണോ കാണുന്നത്? നേരത്തെയും തെരഞ്ഞെടുപ്പുകളിൽ അത്തരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഉയർത്തിയ ഗൗരവതരമായ ആരോപണങ്ങളിൽ നിങ്ങൾക്ക് പിൻവലിയേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണോ? അല്ല, ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ശ്യാംരാജ് ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളൊന്ന് ജനങ്ങൾ മനസ്സിലാക്കി പോകുന്നത് നന്നാവുമെന്ന് തോന്നുന്നു. BJPയുടെ നമ്മുടെ രാജ്യത്തിനകത്തുള്ളൊരു പ്രശ്നം, BJP ഒരു ഏകാധിപത്യ പ്രവണത നമ്മുടെ രാജ്യത്തിനകത്ത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നതെല്ലാം. നിങ്ങൾ നോക്കൂ, ഈ വിഷയം മാത്രമല്ല, എത്രയോ നമ്മുടെ രാജ്യത്തിനകത്ത് ഇത്തരത്തിലുണ്ടായ വിഷയങ്ങൾ പാർലമെന്റിലാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടത്, കൂടുതൽ ചർച്ച നടക്കേണ്ടത്, സംവാദങ്ങൾ നടക്കേണ്ടത്, നിയമങ്ങൾ നിർമ്മിക്കപ്പെടേണ്ടത്, അത് പരിഷ്കരിക്കേണ്ടത്, മാറ്റേണ്ടതെല്ലാം നമ്മുടെ പാർലമെന്റിലാണ്. ആ പാർലമെന്റിൽ ഒരു ചർച്ചയും അനുവദിക്കുന്ന നിലപാട് കഴിഞ്ഞ ഏറെ കാലമായി BJP എടുക്കുന്നില്ല. ഇത്തരത്തിൽ വരുന്ന ഏതെങ്കിലും ആരോപണങ്ങളോ അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളോ പാർലമെന്റിൽ ചർച്ച നടത്തുന്നില്ല. ഈ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും ഞാനത് സമയക്കുറവ് കൊണ്ട് അതിലേക്കൊന്നും പറഞ്ഞു പോകുന്നില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തം എന്താ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ കീഴിലുള്ള ഒരു സർക്കാർ വകുപ്പല്ല. ശ്യാംരാജ് കരുതുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു പൊതുമരാമത്ത് പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വകുപ്പ് പോലെയുള്ള ഒരു വകുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനും മുകളിൽ നിൽക്കേണ്ടുന്ന ഈ നമ്മുടെ രാജ്യത്തിനകത്ത് ഇപ്പോഴും കാനേഷുമാരി ഒടുവിലത്തെ തിട്ടപ്പെടുത്തിയിട്ടില്ല. 140 കോടിയോളം വരുന്ന ജനങ്ങളിൽ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കേണ്ടത്. അത് നിർവഹിക്കാൻ BJPയുടെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് തയ്യാറാകാതെ പകരം
BJPയുടെ ഒരു സഖ്യകക്ഷിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ ജനം BJPയുടെ സഖ്യകക്ഷിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്നു എന്ന ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. രാഹുൽ ഇനി പരാതി നൽകുമോ, അന്വേഷണം നടക്കുമോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഇതിൽ വെളിപ്പെടുമോ, അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ സംശയത്തിന്റെ നിഴൽ നീക്കുമോ എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 9 കാണാം. നമസ്കാരം. Looking stylish, guys. For every style, there is a Celerio.